കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi all, welcome to IGNO Previous Year Question Paper Analysis of BEGC 105. BAE GH and BA FEG ൽ വരുന്ന കോർ പേപ്പർ ആണ് BEGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ. നമ്മളതിന്റെ അനാലിസിസിൽ കടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഡെക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ടേം ആൻഡ് എക്സാമിനേഷൻ പാറ്റേണിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസും ഹൈ ഹീൽഡ് സിലബസ് മാപ്പിംഗ്, കെയർഫുള്ളി സെലക്ട് ചെയ്ത ഹൈ പ്രോബബിലിറ്റീസ് ക്വസ്റ്റ്യൻസ്, 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ്, എഫക്റ്റീവ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, ഇതൊക്കെയാണ് ഈ ഒരു ഡെക്കിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും അല്ല എക്സാമിന് തൊട്ട് മുമ്പ് റിവൈസ് ചെയ്യുന്ന ലേണേഴ്സ് ആണെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങളുടെ ടൈമും എഫേർട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്, കോൺഫിഡൻസ് ഒരിക്കലും കൈവിടാതെ നമുക്ക് ഈ ജേണിയിൽ ഒരുമിച്ച് തുടങ്ങാം. എക്സാം സക്സസിനെ ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. എങ്ങനെയാണ് ഈ ഒരു ഗൈഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചിട്ടാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പാത്ത് വേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പാത്ത് 1 എന്ന് പറയുന്നത് 48 hour സ്പ്രിന്റ്. അതായത് എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളത്, കുറച്ച് സമയം മാത്രമാണ് നമുക്ക് പ്രിപ്പറേഷനും എക്സാമിനുമായിട്ട് ബാക്കിയുള്ളത്. അങ്ങനെയുള്ള ലേണേഴ്സ് ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇവർ നേരെ പോകേണ്ടത് സെക്ഷൻ 5ലേക്കാണ്. അവിടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് എടുക്കേണ്ടത്. ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഫയർ സിംബൽ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. എക്സാമിന് ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഫയർ സിംബൽ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റേജിൽ നമുക്ക് സിലബസിനെ മുഴുവനായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സിനെ നന്നായിട്ട് റിവൈസ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ പാത്ത് 2 എന്ന് പറയുന്നത് ദ 2 week സ്ട്രാറ്റജി. അതായത് കുറച്ച് പ്രിപ്പറേഷൻ ഓൾറെഡി നടത്തിയിട്ടുള്ള പക്ഷെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിവിഷൻ ആവശ്യമുള്ള സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പാത്വേ. അപ്പൊ ഇവര് നേരെ സെക്ഷൻ 4ലേക്കാണ് പോകേണ്ടത്. അവിടെ ഹൈ ഹീൽഡ് സിലബസ് മാപ്പിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 3 stars മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിങ്ങളുടെ SLM റീഡിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുക. ഈ മെത്തേഡ് ഇമ്പോർട്ടന്റ് ഏരിയാസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ പാത്ത് 3 എന്ന് പറയുന്നത് ഫുൾ കവറേജ് പ്ലാൻ. നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് സിലബസ് കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പാത്ത് വേ ആണ് ഇത്. അപ്പൊ അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെക്ഷൻ 1ൽ നിന്നാണ്. കോഴ്സ് പ്രൊഫൈൽ വായിച്ചു തുടങ്ങുക, കോഴ്സിന്റെ ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാക്കുക, 4 ബ്ലോക്സും 16 യൂണിറ്റ്സും എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം ബ്ലോക്ക് വൈസ് ആയിട്ട് പഠിച്ച് റിവിഷനും പ്രാക്ടീസും ഒക്കെ പാരലൽ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെയുള്ള ലേണേഴ്സിനാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ദെൻ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറും നോക്കാം. ഇത് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് BEGC 105. അപ്പൊ നമ്മുടെ ഈ ഒരു പേപ്പറിൽ ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഡ്യൂറേഷൻ 3 hours ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ്ലി 10 to 12 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാർക്സ് പെർ ക്വസ്റ്റ്യൻ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 മാർക്സിന്റെ ഉണ്ട്, അല്ലെങ്കിൽ 20 മാർക്സിന്റെ വരുന്നുണ്ട്. ഇത് 3 സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ യൂഷ്വലി വരാറ്. സെക്ഷൻ A എന്ന് പറയുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ്. സെക്ഷൻ A ഓവറോൾ 20 മാർക്സിന്റെ ആണ് ഉണ്ടാവുക. ഈ സെക്ഷനിൽ പോയട്രി ബേസ്ഡ് പാസേജസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 4 to 5 പാസേജസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ് ഉള്ളത്. ഈ പാസേജസ് എല്ലാം തന്നെ ചോദിക്കുന്നത് ബ്ലോക്ക് 4ൽ നിന്നാണ്. അപ്പൊ ബ്ലോക്ക് 4 കംപ്ലീറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ Aയിലെ 20 മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ സെക്ഷൻ B എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ B മൊത്തത്തിൽ 40 മാർക്കാണ്. ഈ സെക്ഷനിൽ അപ്രോക്സിമേറ്റ്ലി 300 വേർഡ്സിനുള്ള ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യൻസിൽ നിന്നും 4 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് 4 ബ്ലോക്സിൽ നിന്നും വരാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട്. തീംസ്, ക്യാരക്ടേഴ്സ്, ലിറ്റററി ടെക്നിക്സ്, സിംബോളിസം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ,
അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ ബിയിൽ വരാനായിട്ട് ചാൻസസ് ഉള്ളത്. ദെൻ സെക്ഷൻ സി എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. അതിൽ ഡീറ്റെയിൽഡ് അനലറ്റിക്കൽ ആൻസേഴ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 500 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതണം. യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ ഡ്രാമ അല്ലെങ്കിൽ ഫിക്ഷൻ സെക്ഷനിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യൻ പോയട്രി അല്ലെങ്കിൽ നോവൽ നിന്നായിരിക്കും വരാറുള്ളത്. ഇതിൽ എക്സ്പ്ലനേഷൻ മാത്രമല്ല, അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ, എക്സാമ്പിൾ ആൻഡ് കൺക്ലൂഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു സെക്ഷനിലെ ആൻസേഴ്സ് നമ്മൾ എഴുതാനായിട്ട്. നമുക്ക് ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെക്ഷൻ എയിൽ നിന്ന് ടോട്ടൽ 20% ആണ് മാർക്സ് വരുന്നത്. ബട്ട് സെക്ഷൻ സി ആൻഡ് ബി എന്ന് പറയുന്നത് 40% മാർക്സ് നിന്നാണ്. അപ്പൊ സെക്ഷൻ ബി പ്ലസ് സി നമ്മൾക്ക് ചേർന്ന് 80% മാർക്സ് നമുക്ക് ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ സെക്ഷൻ എയിലെ പോയംസിന്റെ കണ്ടന്റ്, തീം, ഇമേജറി, സിംബോളിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുക. പോയട്രിയുടെ ലൈൻസും നന്നായിട്ട് നോക്കുക. ദെൻ ഹൈ ഹീൽഡ് സിലബസ് മാപ്പ്, ഓരോ യൂണിറ്റ്സിനെയും കാറ്റഗറൈസ് ചെയ്തിട്ട് എക്സാമിന് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ്, അതിലെ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ സെക്ഷനിൽ സിലബസിന് എക്സാമിൽ വരുന്ന ഫ്രീക്വൻസി അനുസരിച്ചിട്ട് 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ സ്റ്റഡി ടൈം പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിൽ ആദ്യത്തേതാണ് ഹൈ ഹീൽഡ് ടോപ്പിക്സ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഹൈ ഹീൽഡ് ടോപ്പിക്സിൽ വരുന്നത്. പാസ്സാകാനും നല്ലൊരു സ്കോർ കിട്ടാനും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ഇതാണ്. പ്രിപ്പറേഷന്റെ മെയിൻ ഫോക്കസ് ഈ ഹൈ ഹീൽഡ് ടോപ്പിക്സിലായിരിക്കണം. ദെൻ മീഡിയം ഹീൽഡ്, റെഗുലർ ആയിട്ട് എക്സാമിൽ വരുന്ന ടോപ്പിക്സ് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണിത്. ഹൈ ഹീൽഡ് ടോപ്പിക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മീഡിയം ഹീൽഡിലാണ്. ദെൻ ലോ ഹീൽഡ് ടോപ്പിക്സ്, ഇടയ്ക്കിടയ്ക്ക് മാത്രം വരുന്ന ടോപ്പിക്സ്, കംപ്ലീറ്റ് സിലബസ് കവറേജിന് വേണ്ടി പഠിക്കാവുന്ന ഏരിയ ആണിത്. പക്ഷെ ഇതിനു വേണ്ടി അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഒക്കേഷണലി ഒക്കെ ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ടൈമിന്റെ 50% നമ്മൾ ഹൈ ഹീൽഡ് ടോപ്പിക്സിലും 30% മീഡിയം ഹീൽഡ് ടോപ്പിക്സിലും 20% നമ്മൾ ലോ ഹീൽഡ് ടോപ്പിക്സിനും വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പൊ നമ്മൾ എല്ലാ യൂണിറ്റ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആവുന്ന ഹൈ ഹീൽഡ് ടോപ്പിക്സിന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം സ്കോർ എടുക്കാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ടേബിളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേബിളാണ്. ഓരോ യൂണിറ്റിലും എക്സാമിന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കാണിക്കുന്ന ഒരു ടേബിളാണിത്. നമുക്കത് നോക്കാം. ബ്ലോക്ക് 1 4 യൂണിറ്റ്സ് ആണുള്ളത്. ഈ 4 യൂണിറ്റ്സും ഹൈ ഹീൽഡ് ടോപ്പിക്കിൽ വരുന്നതാണ്. അതായത് അമേരിക്കൻ ഡ്രാമ, ഓൾ മൈ സൺസിന്റെ ഡീറ്റെയിൽ സ്റ്റഡി, തീംസ്, ക്യാരക്ടറൈസേഷൻ, ഇതെല്ലാം തന്നെ ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മീഡിയം ഹീൽഡ് ആണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 3 ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. യൂണിറ്റ് 4ഉം ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. അപ്പൊ ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 ഒഴിച്ച് ബാക്കി 3 യൂണിറ്റുകളും ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 ലോ ഹീൽഡ് ടോപ്പിക് ആണ്. അതിൽ വളരെ ഒക്കേഷണൽ ആയിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് ലാസ്റ്റ് ടൈം ഈ ഒരു യൂണിറ്റ് 1 ബ്ലോക്ക് 3 നിന്ന് ലാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2024 അപ്പൊ ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 2 സെയിം തന്നെയാണ്, ലോ ഹീൽഡ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3യും ലോ ഹീൽഡ് ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 വരുന്നത് പക്ഷെ ഹൈ ഹീൽഡ് ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 4 3 യൂണിറ്റ്സ് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ്. യൂണിറ്റ് 1, 2 and 3 റാൽഫ് വാൾഡോ എമേഴ്സൺ, വാൾട്ട് വിറ്റ്മാൻ ആൻഡ് എമിൽ ഡിക്കിൻസൺ, ഇത് 3ഉം ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 4 മീഡിയം ഹീൽഡ് ടോപ്പിക്. അപ്പൊ ഈ ഒരു ഇത് നോക്കിയിട്ട് സ്റ്റാർസ് നോക്കിയിട്ട് ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ മീഡിയം ഹീൽഡ്, ലാസ്റ്റ് ലോ ഹീൽഡ് ടോപ്പിക്സ്. അങ്ങനെ വേണം നമ്മൾ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു ഹീറ്റ് മാപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ യൂണിറ്റും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ കളർ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. റെഡ് കളർ വന്നിട്ടുള്ളത് ഹൈ ഹീൽഡ് ടോപ്പിക്സും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ റെഡ്. ഈ യൂണിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ദെൻ യെല്ലോയിൽ വരുന്നത് മോഡറേറ്റ്ലി മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഈ യെല്ലോയില്. ദെൻ ഗ്രീനിൽ വരുന്നത് ലോ ഹീൽഡ് ആണ്. അപ്പൊ എല്ലാം പഠിച്ച് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പഠിക്കാനായിട്ട് മാറ്റിവെക്കാവുന്ന യൂണിറ്റ്സ് ആണ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ എക്സാമിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് 8 ടോപ്പിക്സ് ആണ്, ടോപ്പ് മോസ്റ്റ് 8 ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം റിപ്പീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണിത്. അമേരിക്കൻ ഡ്രാമ, ഓൾ മൈ സൺസിലെ തീംസ്, വാൾട്ട് വിറ്റ്മാൻ, എമിലി ഡിക്കിൻസ്, ഇതെല്ലാം തന്നെ ഒരു 6 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ടോപ്പിക്സ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പഠിക്കാം. എമേഴ്സൺ, ഹെമിംഗ്വേ, അതേപോലെ അലക്സിസ് സ്കാർലറ്റ് ലെറ്ററിന്റെ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ്. ഇത് ഒരു 5 ടൈംസ് 4 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ റിപ്പീറ്റഡ് ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമുക്ക് എക്സാമിന് നല്ലൊരു സ്കോർ വാങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്, നമുക്ക് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എമിലി ഡിക്കിൻസൺ സെക്ഷനിൽ നിന്ന് എക്സാമിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ പോയം ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഈ ക്വസ്റ്റ്യനിൽ പോയത്തിന്റെ തീം, സിംബോളിസം, പെർസോണിഫിക്കേഷൻ ഓഫ് ഡെത്ത്, ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ആൻസർ എഴുതാം. നെക്സ്റ്റ് വൺ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എമിലി ഡിക്കിൻസൺസ് പോയട്രി. ഇത് നമ്മളുടെ കയ്യിൽ തന്നിട്ടുള്ള പോയംസ് ബേസ് ചെയ്തിട്ട് എമിലി ഡിക്കിൻസന്റെ പോയറ്റിക് സ്റ്റൈൽ, ഇമേജറി, സിംബോളിസം, ഇതെല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ്. Then critically evaluate the poem Death Sets a Thing Significant, a thought went up my mind today. ഈ ക്വസ്റ്റ്യനിൽ പോയത്തിന്റെ സെൻട്രൽ തീം, ഇമേജറി, സിംബോളിസം, ഫിലോസഫിക്കൽ ഐഡിയാസ്, ഇതെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണം ആൻസർ എഴുതാനായിട്ട്. ദെൻ അമേരിക്കൻ ഡ്രാമ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് Henrik Ibsen's contribution to the growth of American drama and write a note on realism in American drama. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന 2 ക്വസ്റ്റ്യൻസ്. ദെൻ റാൽഫ് വാൾഡോ എമേഴ്സണില് ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ബ്രഹ്മ പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനും അതേപോലെ എമേഴ്സൺ പോയട്രിയുടെ ക്രിട്ടിക്കൽ ഇവാലുവേഷനും ആണ്. ഓൾ മൈ സൺസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ഓൾ മൈ സൺസ് ആസ് എ മോഡേൺ ട്രാജഡി. ഒരു ട്രാജിക് വർക്കാണ്. അപ്പൊ ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഈ സെയിം വർക്കിൽ തന്നെ ഓൾ മൈ സൺസിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി വേരിയസ് തീംസ് ഓഫ് ദി പ്ലേ ഓൾ മൈ സൺസ്. സെയിം വർക്കിൽ തന്നെ ഓൾ മൈ സൺസിൽ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ ഓൾ മൈ സൺസ്, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി മെയിൻ ക്യാരക്ടർ ആണ് ജോൺ കെല്ലർ. ദെൻ സ്കാർലറ്റ് ലെറ്ററിലേക്ക് കടക്കുമ്പോൾ ഇതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി പ്യൂരിറ്റൻ സൈക്കോളജി ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ മോഡേൺ അമേരിക്കൻ ക്യാരക്ടർ, ഡിസ്കസ് പ്യൂരിറ്റനിസം ഇൻ സ്കാർലറ്റ് ലെറ്റർ. Then explain the features of characterization in Scarlet Letter. Discuss the characters as symbols. ഇതും സെയിം വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കാർലറ്റ് ലെറ്ററിലെ തീംസ് ആൻഡ് ഇമേജറിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് ഹോത്രോൺ പ്രസന്റ് ദി ഓർഗാനിക് മെക്കാനിക്കൽ കോൺട്രാസ്റ്റ് ഇൻ ദി സ്കാർലറ്റ് ലെറ്റർ, ഡിസ്കസ് വിഷ്വൽ ഇമേജറി. ഇതെല്ലാം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെറ്റ്സ് നോക്കാം. 2 സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺവൈസിന്റെ ആപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രാക്ടീസ് സെറ്റ് എ, ഇതില് ക്വസ്റ്റ്യൻ 1 വരുന്നത്, സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ 1 വരുന്നത് എക്സ്പ്ലെയിൻ ദി റെഫറൻസ് ടു ദി കണ്ടെക്സ്റ്റ്. ഈ സെക്ഷനിൽ കൊട്ടേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് പോയത്തിൽ നിന്നാണ് ഈ ലൈൻസ് വന്നിട്ടുള്ളത്, സിറ്റുവേഷൻ ഏതാണ്, ലൈനിന്റെ മീനിങ്ങും സിഗ്നിഫിക്കൻസും ഒക്കെ ഏതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഒരു 4 പോയംസിന്റെ മെസ്സേജസ് കൊടുത്തിട്ടുണ്ടാവും. അത് പോയം നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, മീനിങ്ങും സിഗ്നിഫിക്കൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സെക്ഷൻ എ നമ്മൾ എഴുതേണ്ടത്. ദെൻ സെക്ഷൻ ബിയിലേക്ക് കടക്കുമ്പോൾ ഹെൻറിക് ഇബ്സൺസ് കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രോത്ത് ഓഫ് മോഡേൺ അമേരിക്കൻ ഡ്രാമ. ഹെൻറിക് ഇബ്സൺ മോഡേൺ ഡ്രാമയുടെ വളർച്ചയിൽ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3, റൈറ്റ് എ നോട്ട് ഓൺ വിഷ്വൽ ഇമേജറി ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ. ഈ നോവലിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷ്വൽ ഇമേജസ്, സിംബൽസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. ദെൻ ഡിസ്കസ് ദി മേജർ തീംസ് ഇൻ ഹെമിംഗ്വേസ് ഷോർട്ട് സ്റ്റോറീസ്. ഇതിൽ ഹെമിംഗ്വേയുടെ ഷോർട്ട് സ്റ്റോറീസിൽ വരുന്ന മേജർ തീംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Then question number 5, critical appreciation of the poem O Captain, My Captain. ഈ ക്വസ്റ്റ്യനിൽ പോയത്തിന്റെ ഓവറോൾ അപ്രിസിയേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. Then question number 6, discuss the characteristic vagueness in the Emily Dickinson's poem A Thought Went Up My Mind Today. അപ്പൊ ഇതിൽ നമ്മളൊരു പോയട്രിയിലെ ആംബിഗ്യൂറ്റി ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Question number 7, section C,
ഡിസ്കസ് ദ തീം ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ആൾ മൈ സൺസ്. ഈ പ്ലേയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന തീം എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആൻസറിൽ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, എക്സാമിൻ ദി ക്യാരക്ടേഴ്സ് ആസ് സിമ്പിൾസ് ഇൻ ദി സ്കാർലറ്റ് ലെറ്റർ. നോവലിലെ ക്യാരക്ടേഴ്സ് ഡീപ്പർ ഐഡിയാസിനെ സിംപ്ലൈസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. Then discuss the poetic achievements of Walt Whitman with reference to the poems described in the course. ഈ ക്വസ്റ്റ്യനിൽ വാൾട്ട് വിറ്റ്മാൻ ഒരു ഗ്രേറ്റ് പോയറ്റ് ആയിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും അത് നമുക്ക് ഈ തന്നിട്ടുള്ള പോയംസ്, അതായത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ, അതേപോലെ പാസേജ് ടു ഇന്ത്യ, അങ്ങനെയുള്ള പോയംസിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലും സെക്ഷൻ എ പാസേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൽ ഏതൊക്കെയാണ് പോയംസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, സ്പീക്കർ ഏതാണെന്നുള്ളത് നോക്കുക, അതിലെ മീനിങ്, സിഗ്നിഫിക്കൻസ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2 സെക്ഷൻ ബിയിൽ വരുമ്പോൾ റൈറ്റ് എ ഡീറ്റെയിൽഡ് നോട്ട് ഓൺ റിയലിസം ഇൻ അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ ഡ്രാമയിലെ റിയലിസം എന്ന മൂവ്മെന്റ് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3, examine the 3 pillory scaffold scenes in Scarlet Letter. Question number 4, discuss the prose style of O. Henry with reference to After 20 Years. Then question number 5, critically evaluate poem Brahma by Emerson. Emerson's Brahma poetന്റെ തീം, ഫിലോസഫി, സിംബോളിസം, പോയറ്റിക് സ്റ്റൈൽ, ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. Then question number 6, discuss Sherman's Alexis social vision as demonstrated through his poetry. Question number 7, discuss All My Sons as a modern tragedy. Question number 8, discuss the epic elements and narrative technique in the Scarlet Letter. Question number 9, critically evaluate Emily Dickinson's poetry on the basis of poems prescribed in your course. ഈ ക്വസ്റ്റ്യനിൽ പ്രിസ്ക്രൈബ്ഡ് പോയംസ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് സെറ്റ്സ് ആസ് എ തിങ് സിഗ്നിഫിക്കൻറ്റ്, എ തോട്ട് വെന്റ് അപ്പ് മൈ മൈൻഡ് ടുഡേ, ഇങ്ങനെയുള്ള പോയംസിന്റെ ഒക്കെ ബേസ് ആക്കിയിട്ട് എമിലി ഡിക്കിൻസന്റെ പോയട്രിയുടെ മെയിൻ ഫീച്ചേഴ്സിനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് 20 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വിച്ച് എയിംസ് ഫോർ 500 to 600 വേർഡ്സ് ആണ് നമ്മളിതിൽ സാധാരണയായിട്ട് എഴുതാനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇൻട്രോയിൽ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡെഫിനിഷനും അതേപോലെ ഇമ്പോർട്ടൻസും പറയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നത് ബോഡി പാർട്ടിലെ മെയിൻ പോയിന്റ്സിന് സെപ്പറേറ്റ് പാരഗ്രാഫ്സ് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൽ ഈ ബോഡി പാർട്ടിൽ തന്നെ ഈ സെപ്പറേറ്റ് സെക്ഷൻസിൽ വരുന്ന എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ മെയിൻ ഐഡിയാസിനെ സമ്മറൈസ് ചെയ്തിട്ട് ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ 20 മാർക്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതേണ്ടത്. ദെൻ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തിയറിയുടെ ക്ലിയർ ഡെഫിനിഷൻ കൊടുക്കണം. തിയറി ആരാണ് പർപ്പോസ് ചെയ്തത്, എപ്പോഴാണ് ഡെവലപ്പ് ചെയ്തത്, അതിന്റെ മെയിൻ ഐഡിയ എന്താണ് എന്ന് ബ്രീഫായിട്ട് പറയാം. അതിനുശേഷം തിയറിയുടെ കോർ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് SLM ടെർമിനോളജി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസ് ഡിസ്കസ് ചെയ്യണം. ഒരു കംപ്ലീറ്റ് ആൻസറിൽ തിയറിയുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഫൈനലി തിയറിയുടെ ഒരു മോഡേൺ പ്രാക്ടീസസും അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്യാം. ദെൻ ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. അതായത് ടോപ്പിക്കിന്റെ ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസന്റ് ചെയ്തിട്ട് വേണം ഡിസ്കസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതേണ്ടത്. ഒരു സൈഡ് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് എഴുതാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഫോക്കസ് മെയിൻ ആയിട്ട് ക്ലാരിറ്റിയിലാണ്. കോൺസെപ്റ്റിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവ എങ്ങനെ പരസ്പരം കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിക്കുക. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് അനലൈസ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് ഓർ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ആണെങ്കിൽ, എക്സ്പ്ലെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ആൻഡ് ക്ലാരിഫൈ ഇൻ ഡെപ്ത് ആണ്. അത് ടോപ്പിക്കിനെ ഡിസ്ക്രൈബ് ചെയ്യുക ആൻഡ് ക്ലാരിഫൈ ചെയ്യുക ഇൻ ഡെപ്ത്. നമുക്ക് ടൈം മാനേജ്മെന്റ് നോക്കാം. എക്സാം തുടങ്ങുമ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ ആൻസേഴ്സും ഏകദേശം 30 മിനിറ്റ് വെച്ച് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഫോർമാറ്റ് ഫോളോ ചെയ്യുക. ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ കുറച്ച് സമയം ക്ലാരിറ്റിയും അതേപോലെ മിസ്റ്റേക്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അവസാനത്തെ ഒരു 15 മിനിറ്റ് ഫുൾ പേപ്പർ ഒന്ന് റിവ്യൂ ചെയ്ത് ചെറിയ കറക്ഷൻസ് ഒക്കെ നടത്തുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. ഒരുപാട് പേജസ് എഴുതുന്നതിനേക്കാളും നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതുന്നതാണ് എപ്പോഴും ബെറ്റർ.
അപ്പൊ എക്സാം പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് ലേൺവൈസ് നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് ബിയുടെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ്, ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന കംപ്ലീറ്റ് PYQUA ബുക്ക്ലെറ്റ്, അതേപോലെ ലേറ്റസ്റ്റ് എക്സാം ട്രെൻഡ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്യൂറേറ്റ് ചെയ്ത ഹൈലി പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ബാഗ്സ്, അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്ന പ്രസന്റ് ചെയ്യുന്ന നോട്ട്സ്, സ്കോറിംഗ് ടെക്നിക്സ്, ഇതിനെ കുറിച്ചിട്ടെല്ലാം തന്നെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേൺവൈസിന്റെ ഉള്ളിൽ ലേൺവൈസിൽ നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ തന്നെ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ബേസ്ഡ് ഗൈഡൻസും എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനും ഗൈഡൻസും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം തന്നെ ലേൺവൈസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷനും ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള എക്സാം പെർഫോമൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ ലേൺവൈസിൽ ജോയിൻ ചെയ്യുക. ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺവൈസിന്റെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.